വാച്ചാക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനവും കലാപരിപാടികളും പ്രമുഖ നർത്തകൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പട്ടുറുമാൽ എന്ന പ്രോഗ്രാമിലെ ജേതാവും സിനിമാ പിന്നണി ഗായകനുമായ OU ബഷീർ ആശംസാ പ്രസംഗം നടത്തി. കർമ്മഭൂമി തളിടും വന്നമേകിയും നമ്മിൽ വാഴുമാതിനാം ഇന്നും വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ ചുവടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞുവീടിനുൾ തടങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമ്മ പോലും അമൃതമാകണേ. ഹൃദയരാഗതന്ത്രി നീട്ടി സ്നേഹഗീതമേകിയും കർമ്മഭൂമി തളിരിടുന്ന വന്നമേകിയും നമ്മിൽ വാഴുമാതിനാം ഇന്നും വാഴ്ത്തിടാം. ഈ മഹോത്സവം നടക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കറിയാം, ക്ഷേത്രപ്രവേശനം ഇല്ലായിരുന്ന കാലഘട്ടത്തിൽ നമ്മളുടെ പിതൃക്കന്മാർ ഓരോ വീടുകളിലും, മിക്കവാറും എല്ലാ വീടും, ഇപ്പം ഞങ്ങളുടെ വാച്ചാക്കൽത്തറ, ചെറുപള്ളിത്തറ, മാലോട്ടിത്തറ, കുണ്ടോത്തറ, അല്ലപ്പറമ്പ്, കോച്ചേരി, വെമ്മലശ്ശേരി, അങ്ങനെ അമ്പലങ്ങളിൽ കയറാൻ പറ്റാത്ത ആളുകളെല്ലാം ഇതുപോലെ കുടുംബക്ഷേത്രങ്ങൾ വച്ച് ആരാധിക്കുകയും ഏതെങ്കിലും വിളക്കുകൾ ഇടുകയും കലശം വയ്ക്കുകയോ അല്ലെങ്കിൽ തിരി തിളയ്ക്കുകയും ചെയ്തിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പിന്നീട് കാലഘട്ടം മാറി എല്ലാവർക്കും ക്ഷേത്രപ്രവേശനങ്ങളാകാമെന്ന് ആയി. ആ വിധത്തിൽ ആയപ്പോൾ നമ്മൾക്കും ഒരു ക്ഷേത്രങ്ങളാകാം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഓരോരുത്തരും കുടുംബക്ഷേത്രങ്ങൾ ആയി പരിണമിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ക്ഷേത്രം, വാച്ചാക്കൽ കുടുംബക്ഷേത്രം, ശരിക്കും വാച്ചാക്കൽക്കാരുടെ കുടുംബക്ഷേത്രമല്ല. ഞങ്ങളുടെ ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അപ്പൂപ്പൻ മെയ്യ എന്നുള്ള അമ്മുമ്മയെ ഇളങ്ങുന്നപ്പുഴയിൽ നിന്ന് വിവാഹം കഴിച്ചു കൊണ്ടുവരുമ്പോൾ ഇന്നിപ്പോൾ ശ്രീധരമെന്ന് പറയുന്ന പോലെ കുറേ കല്ലുകളും എല്ലാം കൊണ്ടുവന്ന് പാടത്തറക്കാരുടെ ഇപ്പോഴത്തെ ഭാഗത്ത്, നമ്മുടെ വിജയഭാനു ചേട്ടൻ താമസിക്കുന്ന ഭാഗത്തായിരിക്കണം മിക്കവാറും, ആ തോടിൻ്റെ അരികിൽ വച്ചിരുന്ന കല്ലുകളാണ് പിന്നീട് കാലക്രമേണ ഈ ഭാഗത്തേക്ക് വരികയും ഈ ക്ഷേത്ര നടയിൽ ധാരാളം കല്ലുകളുണ്ടായി. അത് പരിണമിച്ചാണ് ഇപ്പോൾ ശ്രീ കൊടുങ്ങല്ലൂരമ്മയുടെ സങ്കല്പമായ ഭഗവതിയും ഉപദൈവങ്ങളായ 4 മുത്തപ്പൻ, വിഷ്ണുവായ ആക്കളത്ത് കുറുമ്പവത്തി എന്നിങ്ങനെ ഉപദൈവങ്ങളായിട്ട് രൂപീകരിച്ചിട്ടുള്ളത്. പിന്നെ ഇന്ന് നമ്മുടെ സായം സന്ധ്യ ഉദ്ഘാടനം ചെയ്യാൻ വന്നിരിക്കുന്ന നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ RLV രാമകൃഷ്ണൻ അവറുകളാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ കല എന്നത് ഏത് കലയും, നൃത്തത്തിലെ ഭരതനാട്യമായാലും കുച്ചിപ്പുടിയായാലും മോഹിനിയാട്ടമായാലും ഏത് കലയും
എന്നിൽ വഴങ്ങും എന്ന് തെളിയിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. അദ്ദേഹം മോഹിനിയാട്ടത്തിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നത്. വനിതകൾ മിക്കവാറും മോഹിനി എന്ന് പറഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ മോഹനൻ മോഹിനിയായതാണ്. അതിൻ്റെ കഥയൊക്കെ വേണേൽ ഉദ്ഘാടന സമയത്ത് നമ്മുടെ ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണൻ പറയുമായിരുന്നു. അപ്പോൾ കൂടാതെ അദ്ദേഹത്തെ പറയുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു നർത്തകനാണെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് സംഗീതമായാലും സിനിമാ രംഗത്തായാലും നാടൻപാട്ട് രംഗത്തായാലും നാടൻപാട്ടിലൂടെ ഉയർന്നു വന്നതാണ് നമ്മുടെ അനശ്വരനായ കലാഭവൻ മണി. അദ്ദേഹം, എനിക്കറിയാം, ഞാൻ ആലുവയിൽ താമസിക്കുന്ന കാലത്ത് അവിടെ ടൗൺ ഹാളിൽ ഒരു ദിവസം പരിപാടി അവതരിപ്പിക്കാൻ എന്നുള്ള നിലയ്ക്ക് വന്ന് 90 കാലഘട്ടത്തിലാണ് പരിപാടി അവതരിപ്പിക്കുകയും ഒരു നീല ജീൻസ് ഷർട്ടും ഒരു നീല ഷർട്ട് പിഴഞ്ഞ ഒരു മെലിഞ്ഞ കലാഭവൻ മണിയെ കണ്ടുവെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ആ വേദിയിൽ തന്നെ മുഖ്യാതിഥിയായി വരികയും കാണികളെ ഘടഘോഷത്താലും രോമാഞ്ചമണിയിച്ചിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ്. നമ്മുടെ ആർ.എൽ.വി. രാമകൃഷ്ണൻ അവരെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ സാധിക്കില്ല. ഈ സായം സന്ധ്യ നമ്മുടെ മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള ഈ കലാപരിപാടിയും ഈ സാംസ്കാരിക സമ്മേളനവും ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണന് നിങ്ങളുടെ പേരിലും ക്ഷേത്രത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മളുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരിക്കുന്ന എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞാൽ നമ്മൾക്കൊരു ചൊല്ലുണ്ട്, നമ്മുടെ നമ്മൾക്കെല്ലാവർക്കും അറിയാം. പക്ഷെ ആ ആൾക്ക് എല്ലാവരെയും അറിയാൻ പറ്റത്തില്ല. ഞാൻ ചെറുപ്പം മുതൽ ബഷീറിനെ അറിയുന്നതാണ്. ഇവിടെ നമ്മുടെ ആർ.എൽ.വി. സുധൻ്റെ സുഹൃത്ത് നിലയിൽ വളരെ പണ്ട് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അങ്ങേയറ്റേ അദ്ദേഹത്തിൻ്റെ ഓരോ ഉയരങ്ങൾ വാട്സപ്പിലൂടെ ആയാലും പേപ്പറിലൂടെ ആയാലും ഒക്കെ കണ്ട് ആശംസ അറിയിച്ചിട്ടുള്ളതാണ്. നേരിട്ടല്ലെങ്കിൽ തന്നെയും ഞാൻ അന്ന് മനസ്സിലെങ്കിലും അദ്ദേഹത്തെ ആശംസ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്നാൽ കൈരളി TV പട്ടുറുമാൽ ജേതാവാണ്. കൂടാതെ അദ്ദേഹത്തിന് നമ്മളുടെ വാച്ചാക്കൽ കുടുംബമായിട്ട് ഒരു ബന്ധമുണ്ട്. അത് ഞാനിപ്പോൾ പറയുന്നില്ല, അദ്ദേഹം തന്നെ അറിയിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഈ ക്ഷേത്രത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും സ്വാഗതം ആശംസിക്കുന്നു. ഈ അമ്പലവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒത്തൊരുമയുടെയും ഒരു സാഹോദര്യത്തിൻ്റെയും നാട്ടിലെ മുഴുവൻ ആളുകളെയും കൂട്ടി ഇണക്കിക്കൊണ്ട് നമ്മുടെ ഈ ചെറിയ ഗ്രാമം ചെറിയ ഒരു ഉത്സവ ലഹരി പോലെയാണ് കഴിഞ്ഞ കാലങ്ങളിലും കടന്നു പോന്നിട്ടുള്ളത്. ആ നാട്ടുകാരെ വളരെ വിലയേറിയ സഹകരണമാണ് ഞങ്ങളുടെ വിജയത്തിൻ്റെ അല്ലെങ്കിൽ ഈ നിമിഷത്തിൻ്റെ ഏറ്റവും അർത്ഥവത്തായ കാര്യം. ഒപ്പം കൂടെ നിൽക്കുന്ന കുടുംബാംഗങ്ങളും അവരുടെ സഹകരണങ്ങളും വളരെ മഹനീയമാണ്. അവർക്കും ഈ വേദിയിൽ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. വീണ്ടും വിധത്തിലുള്ള ഉത്സവങ്ങളും ഒത്തൊരുമയും സമാധാനത്തിൻ്റെയും ഒരു അന്തരീക്ഷം ഉണ്ടാകട്ടെ എന്ന് ചെറിയ വാക്കിൽ എൻ്റെ സംസാരം നടത്തിക്കൊണ്ട് എല്ലാവർക്കും ഈ ഒരു വേദിയിലേക്ക് നന്ദി, നമസ്കാരം. മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ കുളിർക്കാറ്റ് തലോടിക്കൊണ്ട് നിൽക്കുന്ന ഒരു സമയമാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ കുറേ കാര്യങ്ങളാണ് മനസ്സിലേക്ക് ഓടി വരുന്നത്. സ്വാഗത പ്രസംഗികൻ പറഞ്ഞ ചില കാര്യങ്ങളും ഒപ്പം ഇപ്പോൾ എന്നെ ഉദ്ഘാടന വേദിയിലേക്ക് ക്ഷണിച്ച
അദ്ദേഹം പറഞ്ഞ കുറച്ച് വാക്കുകളും ചേർത്ത് പറയാതെ വയ്യ. നമ്മളെല്ലാവരും, ഞാനതാണ് സ്വാഗത പ്രസംഗികൻ പറഞ്ഞു എന്ന് പറയാൻ കാരണം, ക്ഷേത്രത്തെക്കുറിച്ചും തറവാടിനെ കുറിച്ചും ഒക്കെ സംസാരിച്ചു അദ്ദേഹം. നമ്മുടെ ഒരു പൂർവിക സമൂഹത്തിലേക്ക് നമ്മൾ എത്തിച്ചു നോക്കുമ്പോൾ ആദി ദ്രാവിഡ സമൂഹത്തിൽ ഉരുത്തിരിഞ്ഞ, അതിൽ നിന്നും ഉരുവം കൊണ്ട ഒരു ജന്മ ക്ഷേത്രമാണ് നമ്മുടെ ആദ്യകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാം, ആദ്യകാലങ്ങളിൽ ഭക്തി എന്നത് പതികളായും കാവുകളുമായുമാണ് നമ്മളെല്ലാം കൊണ്ടാടിയിരുന്നത്. നമ്മളൊരു വർഷം അധ്വാനിക്കുന്നതിൻ്റെ ഫലം വിഷുവായും ഓണമായും പതികളിലെ ഉത്സവങ്ങളായി നമ്മൾ നമ്മുടെ കുടുംബ ക്ഷേത്രത്തിലെ ദേവന്മാർക്കും ദേവിമാർക്കും കാഴ്ചവെച്ചുകൊണ്ട് നാം ആഘോഷിക്കപ്പെട്ട ഒരു കാലം നമുക്കുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി ദ്രാവിഡ സമൂഹത്തെ ഒരു വശത്തേക്ക് ഒതുക്കിക്കൊണ്ട് ആര്യവത്കരണം നമ്മുടെ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ മാർഗമായി എത്തിയപ്പോൾ നമ്മൾ ആ പതിയും നമ്മുടെ പാരമ്പര്യ സംസ്കാര ചടങ്ങുകളെല്ലാം നമ്മൾ മറന്നുകൊണ്ട് ഇന്ന് മറ്റൊരു വൈദിക സംസ്കാരത്തിൻ്റെ പൂജാ സമ്പ്രദായത്തിലാണ് നമ്മളിന്ന് നിലകൊള്ളുന്നത്. നിങ്ങൾക്കറിയാം, ഞങ്ങളൊരു പറയ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യകാലങ്ങളിൽ നമ്മുടെ സമുദായത്തിലെ പൂർവികർ കള്ളും കോഴിയും പൊടിയും ഒക്കെ വെച്ചുകൊണ്ട് നെഞ്ചത്തടിച്ച് ദൈവത്തെ വിളിക്കുമ്പോൾ പ്രത്യക്ഷമാകുന്ന ദൈവങ്ങളാണ് നമ്മുടേത്. ആ ഒരു സംസ്കാരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു സംസ്കാരത്തെ എനിക്ക് തോന്നുന്നു ആധുനിക സംസ്കാരത്തിലെ നമ്മുടെ പുതിയ തലമുറക്കാർ അതിനൊരു മോശമായി കാണുന്ന ഒരു സാഹചര്യത്തിലേക്ക്, എല്ലാവരെയും അല്ല ഉദ്ദേശിക്കുന്നത്, കുറച്ചു പേരെങ്കിലും അതിനെ കാണുകയും ആ സംസ്കാരത്തെ നമ്മളിൽ നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ നമുക്ക് മുമ്പിലുണ്ടായിട്ടുണ്ട്. ഞാനായാലും നമ്മുടെ സമൂഹത്തെ മൊത്തം എടുത്തു നോക്കുമ്പോൾ കല എന്ന് പറയുന്നത് നമ്മളിൽ അധിഷ്ഠിതമായ ഒരു സങ്കേതമാണ്. കൊട്ടാനും പാടാനും ആടാനുമുള്ള കഴിവ് അത് നമ്മളിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ മനസ്സിലുണ്ട്. ഇന്നിവിടെ ഹമീർ കല്യാണി രാഗത്തില് നമ്മുടെ പ്രാർത്ഥനാഗീതം കേട്ടപ്പോൾ വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. അത്രയും സുന്ദരമായ ശബ്ദം. എനിക്ക് തോന്നുന്നു അത് അത്രയും പിച്ചിലൊന്നും ഒരാൾക്കും പാടിയെത്തിക്കാൻ പറ്റില്ല. എൻ്റെ അനുപല്ലവിയൊക്കെ പാടിയെത്താൻ പറ്റില്ല ശരിക്കും. അപ്പൊ അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ അവിടെ നിന്ന് നമ്മളൊരു പിടി മുന്നിലേക്ക് ആയാൻ ശ്രമിച്ചപ്പോൾ നമ്മൾ എവിടേക്കോ ആരൊക്കെയോ ചവിട്ടി പിടിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നലാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സത്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തന്നെ ഒരു സംസ്കാരത്തെ നമ്മൾ നാണക്കേട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തുകയും, എന്നാൽ ഇന്ന് ആധുനിക നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ചെന്ന് അന്വേഷിക്കുമ്പോൾ പറയുന്നത് കുടുംബ ദൈവങ്ങളെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ ഗുരുവായൂർക്ക് ഓടുന്നു, അവിടെ ഓടുന്നു, ഇവിടെ ഓടുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ പൂർവികരെ ആദരിക്കാതെ നമ്മൾ ഇതിനൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭക്തി, ഞാനൊരു ഭക്തനും കൂടിയാണ്, നമ്മുടെ ദൈവങ്ങളെ ആദരിക്കുക എന്നുള്ളത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ ഒരുപാട് ദുരന്തങ്ങൾ നമുക്കുണ്ടായി, മണിച്ചേട്ടൻ്റെ മരണമടക്കം. അപ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുകയും നമ്മുടെ കുടുംബക്ഷേത്രം എവിടെയാണെന്ന് കണ്ടെത്താൻ ഒരുപാട് പരിശ്രമിക്കേണ്ടി വന്നു. അവനെ കുടുംബക്ഷേത്രം കണ്ടെത്തുകയും അവിടെ പോയുള്ള നിത്യകർമ്മങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ നമ്മളൊരു മനസ്സിന് ശാന്തത കൈവരുന്നൊരു സാഹചര്യം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും പതികളുണ്ട്, കാവുകളുണ്ട്. അതിനെ കണ്ടെത്തുകയും അതിലൂടെ നമ്മുടെ ഒരു കൂടിച്ചേരലുകളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങൾ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ നമ്മുടെ കാവുകളിലെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് നമ്മളെല്ലാവരും ഒന്നായി ചേർന്ന് ആടുകയും പാടുകയും അവിടെ ഭക്തിപൂർവം നമ്മളൊരു ദിവസം അവിടെ കൊണ്ടാടുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷവും സമാധാനവും ഒക്കെ വേറെയാണ്. ഇതാണ് നമ്മുടെ ഭക്തിയുടെ അല്ലെങ്കിൽ നമ്മുടെ ആദിമകാല ചരിത്രത്തെ കൂട്ടിയിണക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് ഇവിടെ വാച്ചാക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രവും ഇവിടെ ഉയരാനുള്ള ഒരു കാരണത്തെക്കുറിച്ച് സ്വാഗത പ്രാസംഗികൻ
പറഞ്ഞു വെച്ചപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയത്. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് പൊതുജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിലും ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പ്രധാന കാര്യം ഒന്ന് അവൻ്റെ മതം, ഒന്ന് അവൻ്റെ രാഷ്ട്രീയം. ഇത് രണ്ടും വച്ചുകൊണ്ടാണ് ഓരോരുത്തരെ അളക്കുകയും അവരെ സമൂഹ മാധ്യമത്തിലൂടെ തേജോവധം ചെയ്യുകയും ചെയ്യുന്നത്. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നല്ലൊരു ഗായകനുണ്ട് പന്തളം ബാലൻ, ജാസി ഗിഫ്റ്റ്, ഇപ്പം ഈ അടുത്ത സന്നിധാനത്ത്, ഇങ്ങനെ നിരവധി ആളുകളെ ഇപ്പം ഞാൻ കുറേ ഇൻ്റർവ്യൂകളൊക്കെ പറഞ്ഞപ്പോൾ അതിനുള്ള കമൻറ്റുകൾ വന്നു, നീ എന്തിനാണ് മണിച്ചേട്ടൻ്റെ കാര്യം പറയുന്നത്? അതായത് നമുക്ക് നമ്മുടെ ചേട്ടൻ്റെ കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല, നീ അത് പറയണ്ട, നീ എന്തിനാണ് കരയുന്നത് എന്ന് പറഞ്ഞ സമൂഹ മാധ്യമത്തിൽ സന്നിധാനത്തിനെ പറയുന്നത് എങ്ങനെയാണ്? അവൻ വന്ന വഴി മറന്നു, അവൻ അഹങ്കാരിയാണെന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അപ്പൊ നമ്മൾ നിവർന്നു നിന്നാൽ ഞെട്ടനാണെന്നും കുനിഞ്ഞു നടന്നാൽ കൂനനാണെന്നും പറയുന്ന നമ്മുടെ സമൂഹം. ഇവിടെ ഒരു കലാകാരൻ എങ്ങനെയാണ് തൻ്റെ കലാലോകത്ത് തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ എടുക്കുന്ന ഒരു പ്രയത്നം എന്നുള്ളത് മാനിക്കാതെയും മറന്നിട്ടുമാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അൻസരി മനോജ്. അടുത്തതായി ശിവാനി ഷീബൻ. ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ച് നടക്കുന്ന മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിലാണ് നിൽക്കുന്നത്. പ്രഗത്ഭനായിട്ടുള്ള അധ്യക്ഷൻ ശ്രീ വിനോദ്, ഉദ്ഘാടകനായ ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഗുരുതുല്യനായ ഏറ്റവും പ്രിയങ്കരനായ സദാനന്ദൻ മാസ്റ്റർ, സദസ്സിലും വേദിയിലുമുള്ള മറ്റ് വിശിഷ്ട വ്യക്തികൾ, RLV രാമകൃഷ്ണൻ സർ സംസാരിച്ച് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു വല്ലാത്ത വൈബ്രൻ്റിലിരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് വേദികൾ എന്നോടൊപ്പം, അല്ലെ അദ്ദേഹത്തോടൊപ്പം, അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ശ്രീ കലാഭവൻ മണി എന്ന അത്ഭുത പ്രതിഭാസത്തോടു ഒപ്പം ഒരുപാട് അവസാനത്തെ വേദികളിൽ വരെ ഞാനുണ്ടായിരുന്നു. അപ്പോൾ ഈ രാമകൃഷ്ണൻ എന്നുള്ള വ്യക്തിയെ കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ ഇങ്ങനെ പെട്ടെന്ന് കയറും. ശബ്ദം കേൾക്കുമ്പോൾ, ഒരു ഷേക്ക് ഹാൻഡിൽ ഒക്കെ നമുക്ക് ഒരു വല്ലാത്തൊരു, അത് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല. ഒരുമിച്ച് വേദി നിൽക്കുന്നവർക്കേ അത് പെട്ടെന്ന് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ടെൻഷനിൽ, ആ ഒരു വല്ലാത്തൊരു സമ്മർദ്ദം ഞാൻ ഈ വേദിയിൽ അനുഭവിച്ചു എന്നുള്ളതാണ്. വിട്ടുപോയ ഓർമ്മകളിൽ ഇപ്പോൾ ജീവിക്കുന്ന മണിച്ചേട്ടന് അപ്പോഴാണോ. ഇനി ഏറെ സന്തോഷത്തോടെ എന്ന് ഞാൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ രീതിയിൽ വരുന്നത് അപ്രതീക്ഷിതമായിട്ടാണ്, ഒരിക്കലും പ്ലാൻഡ് അല്ല എന്നെനിക്ക് തോന്നുന്നു. എൻ്റെ വീടിനടുത്ത് ഒരു മാസം മുമ്പ് ഒരു മരണം നടന്നിരുന്നു. അപ്പോൾ മരണ വീട്ടിൽ നാരായണൻ മാഷ്, അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ വീടിന് തൊട്ട് പറയണം, സുധം മാഷ് എൻ്റെ അടുത്ത സുഹൃത്താണ്. എൻ്റെ വീട്ടിൽ സംഗീതം മകളെയും ചുറ്റുവട്ടത്തുള്ള കുട്ടികളെയൊക്കെ സംഗീതം പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് സുധം മാഷായിട്ട് വലിയൊരു അടുപ്പുള്ള ഒരു ആത്മബന്ധമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ സംസാരിച്ച് നിൽക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ സദാനന്ദൻ മാഷെ അവിടെ കാണുന്നു. അപ്പോഴാണ് ആ വന്നിരിക്കുന്ന വ്യക്തികളും ഈ മരിച്ചുപോയ വ്യക്തിയും തമ്മിലുള്ളൊരു ബന്ധത്തിൻ്റെ ഒരു തീവ്രതയൊക്കെ നമുക്ക് മനസ്സിലാകും. എനിക്കതറിയില്ലായിരുന്നു. അപ്പോൾ സംസാര മധ്യേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ സദാനന്ദൻ മാഷ് വല്ലാണ്ട് വേർക്കാൻ തോന്നും. നമ്മുടെ ചൂടുള്ള സമയം, ഈ കഴിഞ്ഞ അത്രയ്ക്ക് ചൂടായിരുന്നില്ല. അപ്പോൾ കയ്യിലൊരു ചെറിയൊരു 20 രൂപ കുപ്പിയുള്ള ഒരു ചെറിയൊരു ബോട്ടിൽ വെള്ളം എടുത്ത് വെച്ചാൽ അതിങ്ങനെ ഈ സിപ്പ് പോലെ അദ്ദേഹം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു, വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വെള്ളം കുടിക്കാൻ എടുക്കുന്ന നമുക്ക് ആ ഒരു ചെറിയൊരു കുപ്പിയിൽ ടക്കേന്ന് വെള്ളം അടിച്ച് നമ്മൾ തീർക്കും. പെട്ടെന്ന് നമുക്ക് ആ വെള്ളം പോരാ ആ സമയത്ത്. പക്ഷെ അദ്ദേഹം ഇങ്ങനെ സിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു.
കുറച്ചു നേരം വിശേഷങ്ങളൊക്കെ ചോദിച്ചു വന്നപ്പോൾ മാഷ് പറഞ്ഞു കുറച്ച് ദിവസമായിട്ട് അസുഖങ്ങളൊക്കെ ആയിരുന്നു, ഷുഗറിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ ഈ വെള്ളക്കുപ്പിയിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ സംഭവം തീർന്നിരിക്കുന്നു. ആ ഫ്യൂണറൽ സമയമാണെങ്കിൽ 2 മണിയോട് അടുക്കുന്നു. അങ്ങനെ ഷുഗറിൻ്റെ പ്രശ്നം അദ്ദേഹം പറയുകയും ചെയ്തു. കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ മാഷ് വല്ലാണ്ട് വേർക്കുന്നു, ഒരു സുഖം. അപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ട നിങ്ങളുടെ സുഹൃത്തും സുപ്രസിദ്ധ സിനിമാ താരവുമായ വിനോദ് കിടാമംഗലം കൂടിയുണ്ട്. ഞങ്ങൾ 3 പേരും കൂടി സംസാരിച്ച് ഞാൻ പറഞ്ഞു, മാഷെ നമുക്കൊരു പണിയാണ്, എൻ്റെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇതിപ്പോൾ എത്ര ഒരു 5000 വാട്ട്സ് ഈ സൗണ്ട് സിസ്റ്റത്തിൽ ഇവിടെ പറയാം നിശ്ചയിക്കാത്തൊരു കാര്യം കൂടി പറയുകയാണ്. എൻ്റെ വീട്ടിൽ ചെറിയൊരു ബിരിയാണിയുടെ ബിസിനസ് ഉണ്ട്. എൻ്റെ കൂട്ടത്തിൽ ഒരു പരസ്യം പോലെ ഇരിക്കുക. ഇത്രയും നല്ല സൗണ്ടിലൊന്നും അതിൻ്റെ പരസ്യമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. മാഷിനെ വിളിച്ചിട്ട് മാഷ് ഓക്കെ എന്നാൽ വീട്ടിലെ മാഷിനൊരു പ്രത്യേകത, എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ പരമസാത്വികനായൊരു മനുഷ്യനാണ്. ഭയങ്കര ശാന്തനാണ്, ഭയങ്കര ഭൗമ്യതയാണ്. ഈ സാധാരണ മാഷിനൊക്കെ ഏതെങ്കിലും ഒരു മരണ വിവരം പറയാൻ വേണ്ടി പറഞ്ഞു വിട്ടാൽ അവിടെ പോയി കൃത്യമായി മരണാവശ്യം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെറുതായിട്ട് മരിച്ചെന്നേ പറയുള്ളൂ, മരിച്ചെന്ന് പറയൂല. ആ വ്യക്തി മരിച്ചെന്ന് സാറിന് മാഷ ഒരിക്കലും പറയും. അത്രയ്ക്ക് സൂക്ഷിച്ച് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ. തല കറങ്ങിയിട്ട് അല്ലെങ്കിൽ വളരെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് കാണിക്കും. ഞാൻ വീട്ടിൽ കൊണ്ടുപോയി കുറച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് ഒന്ന് റിലാക്സായി മാഷിൻ്റെ പഴയ പാട്ടുകളെ കുറിച്ചിട്ടുള്ള ഒരു ചർച്ച വന്നു. അപ്പോൾ ആ പാട്ടുകൾ ഞാൻ അപൂർവം പാടിയിട്ടുള്ളൂ. ആകാശവാണിയുടെ ആൾ ഇന്ത്യ റേഡിയോൻ്റെ മത്സരത്തിലാണ് ഞാൻ ആ പാട്ട് പാടുന്നത്. അതിന് പാടാനുള്ള കാരണവും കൂടിയുണ്ട്. നമ്മുടെ പേര് മരിച്ചുപോയ സച്ചിൻ കൈതാരം അറിയാമല്ലോ. സച്ചിൻ്റെ അമ്മ വീട് ഇവിടെയാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. ആ സമയത്ത് അപ്പം ആ സമയത്ത് സച്ചിൻ്റെ ചേട്ടൻ സുനിൽ കൈതാരമാണ് എനിക്ക് ആകാശവാണിയിൽ പാടാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് റെഡിയാക്കി തന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ കുടുംബക്കാരുടെ ഒരു കുടുംബപ്പാട്, ദേശീയ ഗാനം പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇന്ന് സുധമാഷ് വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ പാട്ട് അവിടെ പാടരുതിട്ടാണ്. അപ്പോൾ ചോദിച്ചാൽ എന്താ, എല്ലാവർക്കും അറിയാവുന്നൊരു പാട്ടാണ്, അതുകൊണ്ട് ഞാൻ പാടാൻ മുതിരണോ? വേണ്ടല്ലോ, അത് പാടാം. അതിന്റെ ടെക്നിക്കൽ ഇത് പാടാൻ വേണ്ടി ഞാൻ കാണിച്ചു തന്നത്, അത് പാടാം. അപ്പോൾ ആ പാട്ട് എനിക്ക് പറഞ്ഞു തരികയും അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിങ്ങനെ സംസാരിച്ചു മാഷായിട്ട്. അപ്പോൾ മാഷ ജസ്റ്റ് ഒന്ന് പാടാം. അപ്പോൾ ഒരിക്കലും ഒരു ഗുരുമുഖത്ത് നിന്ന് ഞാൻ ആ പാട്ട് പാടിയിട്ടില്ല, പഠിച്ചിട്ടില്ല, അത് അറിയാനും പാടില്ല. എന്നെ പഠിപ്പിച്ചത് സുനിച്ചേട്ടനാണ്. അങ്ങനെ ആ പാട്ട് ഞാൻ പാടാൻ തുടങ്ങുമ്പോൾ എൻ്റെ അടുത്തിരുന്ന് വിനോദ് കിടാമംഗലം പറഞ്ഞു, അത് പാടാൻ വരട്ടെ, എനിക്കൊരു സെക്കൻഡ്, ആ ലൈറ്റ് ഒന്നിട്ടെ, ആ ഫാൻ ഒന്നിട്ടെ, ഇതൊന്നും കറണ്ടൊക്കെ നീക്കിയിട്ടെ എന്നും പറഞ്ഞിട്ട് അവനത് വീഡിയോയിലെടുത്ത്. ഈ 50,000 60,000 രൂപയൊക്കെ മുടക്കിയിട്ട് നമ്മൾ വീഡിയോ പാട്ടിറക്കിയിട്ട് പോലും ഒരു മനുഷ്യൻ മാക്സിമം 5000 പേരൊക്കെയാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സംഭവം അങ്ങ് പോയി. ഒരുപാട് പേര് ഷെയർ ചെയ്യുകയും കമൻ്റ് ഇടുകയും ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോഴെനിക്ക് സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കാലിബർ മനസ്സിലായി. അവിടെ നിന്നാണ് അപ്പോഴും മാഷനോട് പറഞ്ഞത് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഹമ്മിങ് ഉണ്ടോ, ഒന്ന് പഠിക്കണം. അപ്പം ഞാനൊന്ന് ഞെട്ടി ചെറുതായിട്ട്. കാരണം കറ തീർന്നൊരു പാട്ടുകാരൻ അനർഘമാം സ്വരരാഗ ഗീതിയുണർന്നു അസുലഭ നിമിഷദളങ്ങൾ വിടർന്നു അനർഘമാം സ്വരരാഗ ഗീതിയുണർന്നു കൗമാര ഹൃദന്തങ്ങൾ ഇണകളെ തിരയും കൗമാര ഹൃദന്തങ്ങൾ ഇണകളെ തിരയും പുരപൂർവ സമഞ്ജസ സമ്മേളനം അസുലഭ നിമിഷദളങ്ങൾ വിടർന്നു അനർഘമാം സ്വരരാഗ ഗീതിയുണർന്നു വൈതാളികാർ മന്ത്രഗായകർ മീട്ടും ഒരു ദിവ്യമാം അഢാണ രാഗമായൊഴുകുമ്പോൾ വൈതാളികർ മന്ത്രഗായകർ മീട്ടും ഒരു
ദിവ്യമാം അഠാണ രാഗമായി ഒഴുകുമ്പോൾ സാന്ദ്ര സംഗീതമോ ഗംഗാപ്രവാഹമാ സാന്ദ്ര സംഗീതമോ ഗംഗാപ്രവാഹമായി ഒഴുകും ജന്മജന്മാന്തര സൗഹൃദം തുടിച്ചു നിൽക്കും ഈ രമ്യവേദി അസുരവ നിമിഷ ദളങ്ങൾ വിടർന്നു അനർഘമാ സ്വരരാഗ ഗീതിയുണർന്നു അനന്തമജ്ഞാത അവർണ്ണനീയമാം ഈ മനോഹര സായാഹ്ന വേളയിൽ അനന്തമജ്ഞാത അവർണ്ണനീയമാം ഈ മനോഹര സായാഹ്ന വേളയിൽ വെൺചാമരം വീശും തെന്നലിൻ ചിറകിൽ വെൺചാമരം വീശും തെന്നലിൻ ചിറകിൽ വീണാനാദമായി വെൺമണിഗാഥയായി മനസ്സിൻ ഭ്രമണപഥങ്ങളിൽ വെറുതെ അലയുവാൻ മാത്രം അടുക്കുന്നു വേദി അസുലഭ നിമിഷ ദളങ്ങൾ വിടർന്നു അനർഘമാം സ്വരരാഗ ഗീതിയുണർന്നു കൗമാര ഹൃദന്തങ്ങൾ ഇണകളെ തിരയും കൗമാര ഹൃദന്തങ്ങൾ ഇണകളെ തിരയും ഒരപൂർവ സമഞ്ജസ സമ്മേളനം അസുലഭ നിമിഷ ദളങ്ങൾ വിടർന്നു അനർഘമാം സ്വരരാഗ RLV കൊണ്ട് ഒരുപാട് പേര് രക്ഷപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് പൂർണ്ണത്രയീശ അമ്പലത്തിൽ ഒരു ദിവസം ആഴ്ചയിൽ ഞങ്ങളിന്ന് ഭജൻ നടത്തിയതിന് ശേഷമേ RLVയിലോട്ട് കയറാറുള്ളൂ. അപ്പോൾ പൂർണ്ണത്രയീശനാണ് ഞങ്ങളെ ഏകദേശം ഒരു വഴിക്കെത്തിച്ചെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഈ വേദിയിൽ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് ഞാൻ കോസ്മോപോളിറ്റൻ ലൈബ്രറിയുടെ ജൂബിലിക്ക് വേണ്ടി അദ്ദേഹത്തെ ബുക്ക് ചെയ്തപ്പോൾ അന്ന് 10-ാം തീയതി ഷാർജയ്ക്ക് പോകുന്നു. അപ്പോൾ ഈ ആനുകാലികമായിട്ടുള്ള ഈ സമയത്ത് ഡോക്ടർ RLV രാമകൃഷ്ണൻ വളരെ എസ്റ്റാബ്ലിഷ് ആയത് ഒരു വികട സരസ്വതി എഴുന്നള്ളിയ ഒരു നാവിൽ നിന്നാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ആ സ്ത്രീക്ക് ടീച്ചർ എന്നൊന്നും പറയാൻ പറ്റില്ലെന്നേ അവരേക്കാൾ. 7 വർഷം തൃപ്പൂണിത്തുറ പഠിച്ച് 25 വർഷം ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത ഞങ്ങളെയൊക്കെ ചെറുതായിട്ടെങ്കിലും അധ്യാപകരല്ല ടീച്ചർ എന്ന് വിളിച്ചാൽ ഞങ്ങൾക്ക് അഭിമാനമാണ്. അവരെ വിളിക്കാൻ പാടില്ല, അവരല്ല അഭിമാനിക്കാനും പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അവർ എന്തായാലും ഉർവശി ശാപം ഉപകാരം എന്നുള്ള മട്ടിൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഡോക്ടർ RLV രാമകൃഷ്ണൻ ഈ RLV പഠിക്കുമ്പോഴും എല്ലാം ഫേമസ് ആണ്. അതിലുപരി ഒരു പ്ലസ് പോയിന്റ് കൂടി ആ ടീച്ചർ നൽകിക്കൊണ്ടാണ് അവരുടെ വികട സരസ്വതി നാവ് അകത്തിട്ടത്. നമസ്കാരം, ഞാൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ, ഒരു നർത്തകനാണ്. ഗ്രോസറി വിഷൻ ചാനലിന് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊള്ളുന്നു.